നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. VT ബൽറാം MLAക്കെതിരെ മുഖ്യമന്ത്രി. നികൃഷ്ടജീവി പ്രയോഗം കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് തിരിച്ചടിയേറ്റാൽ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്നും മുഖ്യമന്ത്രി. കരുത്ത് വിളിച്ചോതി UDF ജില്ലാ കൺവെൻഷൻ. ഗുജറാത്ത് മോഡൽ നാടിന് ആപത്താണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് UDF തരംഗമാണ് അലയടിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. കാസർഗോഡ് UDF പിടിച്ചെടുക്കുമെന്നും സുധീരൻ. CPM അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. CPMന്റെ പ്രസക്തി ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി. P കരുണാകരനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള LDF തീരുമാനം തെറ്റായിപ്പോയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. 10 വർഷം കൊണ്ട് നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ് P കരുണാകരനെന്നും K സുരേന്ദ്രൻ. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സർക്കാർ പിൻവലിച്ചില്ല. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. 27-ന് കലക്ടറേറ്റ് മാർച്ചും ധർണയും. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ യുവ MLA VT ബൽറാമിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇടുക്കി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച VT ബൽറാമിന്റെ സംസ്കാരം കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ പടയൊരുക്കം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികൃഷ്ടജീവി പ്രയോഗം കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ല. അത് മറ്റേതോ പാർട്ടിക്കാരുടെ സംസ്കാരമാണ്. ഏറെ സഹിഷ്ണുതയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് സംസ്കാരത്തിന് യോജിക്കാത്ത പദങ്ങൾ നേതാക്കളോ പ്രവർത്തകരോ ഉപയോഗിക്കുവാൻ പാടില്ല. അത്തരം പരാമർശങ്ങളെ ഇനിയും ശക്തമായി വിമർശിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ സംസ്കാരം വിട്ടുകൊണ്ട് അഭിപ്രായം പറയും ഞാൻ അതിനെ വിമർശിക്കും. കോൺഗ്രസിന് ഒരു സമീപനമുണ്ട്. നികൃഷ്ടജീവി എന്ന് ഒരാളെ വിളിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമല്ല, അത് മറ്റു ചില പാർട്ടിക്കാരുടെ സംസ്കാരമാണ്. ആ നിലപാട് തെറ്റാണ്, അത് വിമർശിച്ചിട്ടുണ്ട്, അതിനോട് യോജിക്കാൻ നിവൃത്തിയില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ കോൺഗ്രസും UDFും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFിലെ ഒത്തൊരുമയും സ്ഥാനാർത്ഥി നിർണയത്തിലെ മികവും തെരഞ്ഞെടുപ്പിൽ വൻ വിജയമായിരിക്കും UDFന് സമ്മാനിക്കുക. കേന്ദ്രത്തിൽ BJPക്ക് ഇത്തവണയും അധികാരത്തിലേറാൻ സാധിക്കില്ല. രാഷ്ട്രീയ അസ്ഥിരത്വവും നേതൃത്വ പ്രശ്നവും BJPയെ ഇല്ലാതാക്കും. മതേതരത്വം സംസാരിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ ശബ്ദത്തിന് ബലക്കുറവ് സംഭവിച്ചിരിക്കുന്നു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ജനങ്ങൾ സമാധാന പ്രിയരാണ്. എന്നാൽ CPM ഇതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ സാഹചര്യം ഒന്നും തന്നെ കേരളത്തിൽ നിലവിലില്ല. എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധമാണ് കോൺഗ്രസിനുള്ളത്. 1000 ദിവസം പിന്നിട്ട UDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് തിരിച്ചടി നേരിട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും മുഖ്യ സ്ഥാനത്തുള്ളതാ മുഖ്യമന്ത്രി. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ സ്ഥാനത്തുള്ള ഉത്തരവാദിത്വം ഏൽക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഏറ്റവും നല്ല വിജയം ഉണ്ടാകും. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ലക്ഷ്യങ്ങളുടെ അംഗീകാരമാണ്. ഏറെ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് UDF സ്ഥാനാർത്ഥി കാസർഗോഡ് മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത്. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ UDF സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി T സിദ്ദീഖ് ഉജ്ജ്വല വിജയം നേടുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ പ്രാവശ്യം UDFന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ T സിദ്ദീഖ് അദ്ദേഹം UDF ക്യാമ്പിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും ജനങ്ങളിലും ഒരാവേശം ഉയർത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. യുവാക്കളുടെ പ്രതീകമായ അദ്ദേഹം ആണ് കാസർഗോഡിനെ പ്രതിനിധീകരിക്കാൻ UDF സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും UPIക്കും UDFനും അനുകൂലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും UDF പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനവും കാസർഗോഡും വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കാഴ്ചവെക്കുന്നത്. പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് MO വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, P ഗംഗാധരൻ നായർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന ആളാണെന്നും ഗുജറാത്ത് മോഡൽ നാടിന് ആപത്താണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കാസർഗോഡ് സംഘടിപ്പിച്ച UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമവികസനവും ഗ്രാമീണരുടെ ഉന്നമനവുമാണ് UP ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഗുജറാത്ത് മോഡലല്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഗുജറാത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളുടെയും ഭക്ഷണം കിട്ടാത്ത ജനങ്ങളുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. ഇതിനിടയിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാട്ടുന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ മതേതരത്വത്തെ വെല്ലുവിളിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ CPM-നെയും BJP-യും അവർ അകറ്റി നിർത്തുമെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. സെക്കുലർ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് ആ മതേതരത്വത്തിന് തകർത്തുകൊണ്ട് വിഭാഗീയത ഉയർത്തിപ്പിടിച്ച് എങ്ങനെയും ഇന്ത്യയുടെ ഭരണം ലഭിക്കുമോ എന്ന് നോക്കിയാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. മതേതരത്വം ഇന്ത്യയിൽ ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഭയപ്പെടുത്തുന്ന നിലയിലുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് BJP-യുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CD അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, K ബാബു, KC ജോസഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP A മജീദ്, VK അബ്ദുൽ ഖാദർ മൗലവി, PD തോമസ് MP, NA നെല്ലിക്കുന്ന് MLA, PB അബ്ദുൾ റസാഖ് MLA, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, KP കുഞ്ഞിക്കണ്ണൻ, ഹമീദ് അലി ഷംനാട്, P രാമകൃഷ്ണൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് T സിദ്ദിഖ്, സതീശൻ ബാച്ചേനി, MC കമറുദ്ദീൻ, PA അഷ്റഫലി തുടങ്ങിയവരും പ്രസംഗിച്ചു. കേരളത്തിൽ UDF തരംഗം അലയടിക്കുകയാണെന്നും കാസർഗോഡ് അടക്കമുള്ള സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം UDF-ന് അനുകൂലമാണ്. UDF തരംഗം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും സീറ്റുകൾ UDF-ന് കൂടുതൽ ലഭിക്കുമെന്നും സുധീരൻ പറഞ്ഞു. നമ്മുടെ എതിരാളികളെ കുറിച്ചൊന്നും അധികം പറയാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ നമ്മെ എതിർക്കുന്ന ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തായാലും നമ്മെ എതിർക്കുന്ന രണ്ട് രാഷ്ട്രീയ സംവിധാനവും BJP നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാകട്ടെ CPM നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാകട്ടെ രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടു കൂട്ടരുടെയും ചിന്താഗതി ഒന്നാണ്, സമാന ചിന്താഗതിക്കാരാണ്. അക്രമം നടത്തുന്ന കാര്യത്തിൽ, കൊലപാതകം നടത്തുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരുടെയും നയവും സമീപനവും രീതിയും ഒന്നു തന്നെയാണ്. കാസർഗോഡ് ലോക്സഭാ സീറ്റ് ഇത്തവണ UDF പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതും ചെറുപ്പക്കാരനാക്കിയതും സിദ്ദീഖിന്റെ വിജയം ഉറപ്പാകുന്നു. ഇറക്കുമതി സ്ഥാനാർത്ഥി UDF-ന് മാത്രമല്ല ഇടതുമുന്നണിക്കും ഇറക്കുമതി സ്ഥാനാർത്ഥികളുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച AKG-യും ഇറക്കുമതി സ്ഥാനാർത്ഥിയായിരുന്നില്ലേ എന്നും സുധീരൻ ചോദിച്ചു. EK നേനാർ തോൽപ്പിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇറക്കുമതി സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CPM അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. കാസർഗോഡ് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലം മാറുകയാണ്, ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ട്. അതിനനുസരിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും മാറാൻ കഴിയണം. എന്നാൽ CPM-ന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാവുന്നില്ല. ജനങ്ങൾ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ലോകത്തേക്ക് പോകുമ്പോഴും CPM പഴയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജീവനുള്ള MP, ഒരു ഓജസ്സുള്ള MP, ഒരു ചെറുപ്പക്കാരൻ വന്നാൽ അത് മാത്രമല്ല ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതത്ര അസാധ്യമായ കാര്യമൊന്നുമല്ല. കാസർഗോഡ് മഞ്ചേശ്വരം ഈ ഭാഗത്തുനിന്ന് തുടങ്ങി നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു അതിർത്തി ചെല്ലുന്നവരെ UDF-ന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ഭൂരിപക്ഷം നമ്മൾ ലീഡ് ഇങ്ങനെ നിൽക്കും. പിന്നെ അവിടെ ഇടത് കോട്ടയിൽ ചെല്ലുമ്പോൾ കുറേശ്ശെ താഴെ പോരും. അതൊക്കെ എല്ലായ്പ്പോഴും പാണ്ഡൻ നായുടെ പല്ലിന് സൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരു സ്ഥിതിപ്പുണ്ട്. ആക്രമണ രാഷ്ട്രീയമാണ് അവരുടെ മുഖമുദ്രയെന്നും നിരപരാധികളെ പോലും വെട്ടിക്കൊല്ലുന്ന സംസ്കാരമാണ് അവർ പിന്തുടരുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. P കരുണാകരനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള LDF തീരുമാനം തെറ്റായിപ്പോയെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. 10 വർഷം MP ആയിരുന്നിട്ടും മണ്ഡലത്തിനു വേണ്ടി P കരുണാകരൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും സുരേന്ദ്രൻ കാഞ്ഞങ്ങാട്ട് ആരോപിച്ചു.
കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണെന്ന് BJP നേതാവ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ അപ്രസക്തമാണ്. LDFന് ഇന്ത്യയിൽ ആകെ 4-5 സീറ്റുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത്. കരുണാകരനോട് CPM കുറച്ചുകൂടി നീതി കാട്ടണമായിരുന്നു എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് മന്ത്രിയാക്കണമായിരുന്നു എന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകർ പറയുന്നത് ശ്രീ P. കരുണാകരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ P. കരുണാകരനെ പരാജയപ്പെടുത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കട്ടെ. അവരുടെ ഗവൺമെന്റ് വന്നാൽ ഇവിടെ മന്ത്രിയാക്കട്ടെ. പാർലമെന്റിലേക്ക് ശ്രീ P. കരുണാകരൻ പോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ 10 കൊല്ലം ഇവിടുത്തെ ജനങ്ങൾ അത് അനുഭവിച്ചതാണ്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. മുന്നണിയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സർക്കാർ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരത്ത് രംഗത്തിറങ്ങുന്നത്. ഈ മാസം 27-ന് കലക്ടറേറ്റ് മാർച്ചും ഏകദിന ധർണയും നടത്തുമെന്ന് മുന്നണി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ജനുവരി 28-ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇതുവരെയും പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് 27-ന് കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ സമരപന്തൽ സന്ദർശിച്ച് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുന്നതിനും ഇരകളെ സംരക്ഷിക്കുന്നതിനും എന്ത് നടപടികൾ കൈക്കൊള്ളാൻ തയ്യാറാകുമെന്നുള്ള സംവാദം സംഘടിപ്പിക്കും. 2011 ആഗസ്റ്റിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത രോഗികളുടെ ലിസ്റ്റ് ഫെബ്രുവരി 28-ാം തീയതി പ്രസിദ്ധീകരിക്കാമെന്ന ഉറപ്പ് ഇതുവരെയും പാലിച്ചില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത ധനസഹായം 11 പഞ്ചായത്തിൽപ്പെടുന്നവർക്കും പുറമെ ഉള്ളവർക്കും ഗഡുക്കളായി മാർച്ച് 31-നകം വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കാമെന്ന വ്യവസ്ഥയും പാലിച്ചില്ല. അപേക്ഷ സ്വീകരിക്കാൻ പോലും അധികൃതർ മടി കാണിക്കുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടി കടമെടുത്ത തുക എഴുതിത്തള്ളാൻ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം നടപടി കൈക്കൊള്ളാമെന്നതും തീരുമാനമായിട്ടില്ല. കടബാധ്യതയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 31-ന് കാലാവധി തീരുകയാണ്. കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടാൻ അടിയന്തര ഉത്തരവ് ഇറക്കേണ്ടതാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും പീഡിത മുന്നണി നേതാക്കൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരി 28-ന്റെ ചർച്ചയിൽ ഉണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ നേതൃത്വത്തിൽ ഇരകൾ കലക്ടറേറ്റ് മാർച്ചും ഒരു ദിവസത്തെ ധർണയും മാർച്ച് 27-ന് നടത്തുകയാണ്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാക്കളായ T. ശോഭന, പ്രവീണ, സുഭാഷ് ചീമേനി, കൂക്കൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. എൻഡോസൾഫാൻ പീഡിത മുന്നണി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണനെയും ജോയിന്റ് സെക്രട്ടറി K. അശോകനെയും ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കിയതായി പീഡിത മുന്നണി ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയ പ്രവേശനം ഉള്ളവർക്ക് മുന്നണിയിൽ സ്ഥാനമില്ലെന്നും അവർ പറഞ്ഞു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി സ്ഥാപക നേതാവും സെക്രട്ടറിയുമായ അമ്പലത്തറ കുഞ്ഞികൃഷ്ണനെയും ജോയിന്റ് സെക്രട്ടറി K. അശോകനെയും തൽസ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയതായി പീഡിത മുന്നണി നേതാക്കൾ അറിയിച്ചു. ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായതിനെ തുടർന്നാണ് ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയത്. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആം ആദ്മി പാർട്ടിയുടെയും K. അശോകൻ RMPയുടെയും സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. എന്നാൽ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയത്. പകരം സെക്രട്ടറിയായി പ്രവീണ മാവുങ്കലിനെയും ജോയിന്റ് സെക്രട്ടറിയായി കൂക്കൽ ബാലകൃഷ്ണനെയും തെരഞ്ഞെടുത്തതായും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം തുടങ്ങി. യാദവസഭ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗംഗാധരൻ നെല്ലിത്തായാണ് ജില്ലയിൽ ആദ്യം പത്രിക സമർപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് അഖില കേരള യാദവസഭ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗംഗാധരൻ നെല്ലിത്തല പത്രിക സമർപ്പിച്ചത്. അഡ്വക്കേറ്റ് M. രമേശ്, B. ഉദയകുമാർ, മോഹനൻ പുലിക്കോടൻ, ബാബു കുന്നത്ത് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മസമർപ്പണത്തിലൂടെ വിജയം കൊയ്തെടുത്ത് വീട്ടമ്മമാർ നാടിന് മാതൃകയാവുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുഴക്കം വടക്കേക്കരയിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് കൃഷിയിടത്തിൽ 100 മേനി കൊയ്തത്. കയ്യൂർ ചീമേനിയിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്ത് കാർഷിക വൃത്തിയുടെ മഹത്വം വിളിച്ചോതുകയാണ് ഈ വനിതകൾ. പാരമ്പര്യ കർഷകർ പോലും മറ്റു തൊഴിലിടങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് മുഴക്കം വടക്കേക്കരയുടെ മാതൃക ശ്രദ്ധേയമായി മാറുന്നത്. ഇത്തവണ നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷിയിലും ഈ ധീരവനിതകൾ പരീക്ഷണത്തിന് മുതിർന്നപ്പോൾ
അവിടെയും വിജയം ആവർത്തിക്കാനായത് അടുത്ത തവണ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള ആത്മധൈര്യം പകർന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗം VP പ്രഭ നെൽകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഹരിത JLG ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കൊയ്ത്തുത്സവം 2 ഏക്കർ സ്ഥലത്താണ് ഇന്ന് ഇവർ കൃഷി ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തതായി 2 ഏക്കർ പാടത്ത് 90 വിത്തെറിഞ്ഞാണ് ഇവർ 100 മേനി വിളയിച്ചത്. പച്ചക്കറി വിളവെടുപ്പ് രാഘവനാണ് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് PTA കമ്മിറ്റിയുടെ സ്കോളർഷിപ്പ് പദ്ധതിക്ക് പ്രൗഢമായ തുടക്കം. ഗവൺമെന്റ് കോളേജ് ഹാളിലായിരുന്നു പരിപാടി. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് നിർവഹിച്ചു. ഒരു സ്കൂൾ എന്നുള്ള കോൺസെപ്റ്റ് പോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. കേരളം പോലെയുള്ള നല്ല ഒരു സ്ഥലത്ത് ജീവിക്കാൻ അല്ലെങ്കിൽ ജനിക്കാൻ അവസരം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. വിദ്യാഭ്യാസ നിലവാരത്തിൽ നമ്മളുടെ ഇത്രയും തൊട്ടടുത്ത് തന്നെ സ്കൂളുകളുള്ള, കോളേജുകളുള്ള ചുരുക്കം സംസ്ഥാനങ്ങളെ ഉണ്ടാവും. PTA പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ ശ്രീനാഥ്, ബദറുദ്ദീൻ ചെങ്കള, PMS സലീം, ഹരികുമാർ, നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ചത്തൂർ ജവാനി ദിവാനി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 4, 5, 6 തീയതികളാണ് പരിപാടി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കബഡി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിനായി കുഞ്ചത്തൂരിലെ പഴയ RT ഓഫീസിന് സമീപം 5000 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക ഗ്യാലറിയോടുകൂടി ഗ്രൗണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ മുംബൈ, KKM ചെന്നിമലൈ ഈറോഡ് തമിഴ്നാട്, HAL ബാംഗ്ലൂർ, ആന്ധ്ര ബാങ്ക് ഹൈദരാബാദ്, റെഡ് ആർമി ഡൽഹി തുടങ്ങിയ പ്രമുഖ ടീമുകൾ കബഡി ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. 1ാം സ്ഥാനം നേടുന്ന ടീമിന് 1 ലക്ഷം രൂപയും പ്രത്യേക ട്രോഫിയും നൽകും. 2ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് 70,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കും. 3ഉം 4ഉം സ്ഥാനം നേടുന്ന ടീമുകൾക്ക് 30,000 രൂപ ക്യാഷ് അവാർഡ് നൽകും. കബഡി ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും കായിക താരങ്ങളുമടക്കം നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എയർ ഇന്ത്യ മുംബൈ ಅದೇ ರೀತಿಯಲ್ಲಿ ಶಾಸ್ತ್ರ ಸೇನಾ ಭೋಪಾಲ್, BPCL ಮುಂಬೈ ಮಹಾರಾಷ್ಟ್ರ, ಮಹೇಂದ್ರ ಆ್ಯಂಡ್ ಮಹೇಂದ್ರ ಮಹಾರಾಷ್ಟ್ರ, RLF ಮಹಾರಾಷ್ಟ್ರ, ದೇನಾ ಬ್ಯಾಂಕ್ ಮುಂಬೈ, ವಿಜಯ ಬ್ಯಾಂಕ್ ಬ್ಯಾಂಗ್ಳೂರ್, ಸ್ಟೇಟ್ ಬ್ಯಾಂಕ್ ಆಫ್ ಮೈಸೂರು, HL ಬ್ಯಾಂಗ್ಳೂರ್, KKM ಚೆನ್ನೈ ಈರೋಡ್ ತಮಿಳ್ನಾಡು, ಆಂಧ್ರ ಬ್ಯಾಂಕ್ ಹೈದರಾಬಾದ್, ಏರ್ ಫೋರ್ಸ್ ದಿಲ್ಲಿ, EMA ಭೋಪಾಲ್, ರೆಡ್ ಆರ್ಮಿ ಡೆಲ್ಲಿ, ಭಾರತ್ ಫನ್ಸ್ ತಮಿಳುನಾಡು. ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಕೇರಳ ರಾಜ್ಯ ತಂಡ ಕೂಡ ಭಾಗವಹಿಸುವಂಥ ಒಂದು ಟೂರ್ನಮೆಂಟನ್ನು ಈ A ಗ್ರೇಡ್ ಮಟ್ಟದಲ್ಲಿ ನಾವು ಏಪ್ರಿಲ್ 4, 5, 6 ನಡೀತಾ ಇದೆ. AKM അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ്, ബഷീർ ബഡ്ഡെ, മുസ്തഫ ഉദ്യാവര, മുഹമ്മദ് ഹനീഫ്, സെഡ്ഡെ കയ്യാർ എന്നിവർ മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ക്ഷേത്രത്തിൽ പ്രത്യേക നേർച്ചയും പ്രാർത്ഥനയും. BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ വിജയത്തിനു വേണ്ടിയാണ് നീലീശ്വരത്ത് പ്രത്യേക പ്രാർത്ഥനയും പൂജയും നടത്തിയത്. BJP സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ K സുരേന്ദ്രന്റെ വിജയം തങ്ങളുടെ അനിവാര്യതയാണെന്ന് അണികൾക്ക് നല്ല ബോധ്യമുണ്ട്. സുരേന്ദ്രനേക്കാൾ ഒരുപടി മുന്നിലാണ് പ്രവർത്തകരുടെ ആവേശം എന്ന് പറഞ്ഞാലും തെറ്റില്ല. പ്രവർത്തകർ നേതാവിന്റെ വിജയത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരുക്കമാണെന്നതാണ് വസ്തുത. നീലേശ്വരം തെരുവത്ത് മുത്തപ്പൻ മടപ്പുരയിൽ പ്രവർത്തകർ ഒത്തുചേർന്ന് ചുറ്റുവിളക്ക് തെളിയിച്ചത് ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥി എന്തായാലും പാർലമെന്റിൽ എത്തണമെന്ന ആഗ്രഹത്തോടെയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. പെർളയിൽ വെട്ടേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഖം പ്രാപിക്കുന്നു. പെർളയിലെ ഉമ്മറിനാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത്. ഇയാൾ മംഗലാപുരം ആസ്പത്രിയിൽ ചികിത്സയിലാണ്. ഭാവിക്കര വലിയ ജമാഅത്ത് പള്ളി ജനറൽ ബോഡി യോഗം വെള്ളിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30 മൊയ്നുൽ ഇസ്ലാം മദ്രസ ഹാളിലാണ് പരിപാടി. ആം ആദ്മി പാർട്ടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബുധനാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ആദിവാസി നേതാവ് CK ചാനു ഉദ്ഘാടനം ചെയ്യും. മംഗലാപുരം ചെമ്പരിക്ക സംയുക്തകാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ ദുരൂഹമരണം സംബന്ധിച്ച് പുനരന്വേഷണം നടത്തണമെന്ന് P കരുണാകരൻ MP ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് CBI ഡയറക്ടർക്ക് നിവേദനം നൽകി.
മെയ് മാസം ഉദിനൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു. ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മെയ് 9, 10, 11 തീയതികളിൽ ഉദിനൂരിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പരിഷത്ത് സമ്മേളനം നടക്കുമ്പോൾ അത് ചരിത്ര സംഭവമായി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെമ്പാടുമുള്ള പ്രവർത്തകർ. അതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം, സെമിനാർ, സംവാദം, പുസ്തക പ്രചാരണം, ജ്യോതിശാസ്ത്ര ക്ലാസ് തുടങ്ങിയ അനുബന്ധ പരിപാടികൾ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിച്ചു വരുന്നത്. സമ്മേളന വിജയത്തിന് പരമാവധി പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് വിവിധ മേഖലാ യോഗങ്ങളിലും ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നത്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിരവധി രൂപത്തിൽ ഇന്ത്യയിലെങ്ങും നടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും അറിയാം. ഇപ്പോൾ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം കേരളം കുറെ വിദ്യാസമ്പന്നമാണല്ലോ അല്ലേ. അപ്പോൾ അതിന് പറ്റിയ തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത്. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ ഒരു കൊല്ലത്തിൽ എത്ര യാഗങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈയിടെ കോഴിക്കോട് ഒരു വലിയ യാഗം നടന്നു. കണ്ണൂർ ജില്ലയിൽ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു യാഗം നടക്കാൻ പോവുകയാണ്. കണ്ണൂരിലെ ശാസ്ത്രാസാഹിത്യ പരിഷത്തിന്റെ ഓഫീസിന് തൊട്ടടുത്താണ് യാഗ കമ്മിറ്റിയുടെ ഓഫീസ്. ചെറുവത്തൂർ VV നഗറിൽ നടന്ന പരിഷത്തിന്റെ തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം അഖിലേന്ത്യാ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി T. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. T. മാധവൻ മാസ്റ്റർ, E. മധുസൂദനൻ, K. പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുരേശൻ മുഴക്കോതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പ്രദീപ് കൊടക്കാട്, ശ്രീ രാമകൃഷ്ണൻ, M. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. VT ബൽറാം MLAക്കെതിരെ മുഖ്യമന്ത്രി. നികൃഷ്ടജീവി പ്രയോഗം കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് തിരിച്ചടിയേറ്റാൽ ഉത്തരവാദിത്തം തനിക്കായിരിക്കുമെന്നും മുഖ്യമന്ത്രി. കരുത്ത് വിളിച്ചോതി UDF ജില്ലാ കൺവെൻഷൻ. ഗുജറാത്ത് മോഡൽ നാടിന് ആപത്താണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് UDF തരംഗമാണ് അലയടിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. കാസർഗോഡ് UDF പിടിച്ചെടുക്കുമെന്നും സുധീരൻ. CPM അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. CPMന്റെ പ്രസക്തി ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി. P. കരുണാകരനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള LDF തീരുമാനം തെറ്റായിപ്പോയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. 10 വർഷം കൊണ്ട് നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ് P. കരുണാകരനെന്നും K. സുരേന്ദ്രൻ. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സർക്കാർ പിൻവലിച്ചില്ല. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. 27-ന് കലക്ടറേറ്റ് മാർച്ചും ധർണയും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.